ഹേ ഹലോ ക്രിമേറ്റ്സ്. അങ്ങനെ പോയിന്റ് ടേബിളിൽ അടിവാരത്തുള്ള ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 32 റൺസിന് തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിലെ തങ്ങളുടെ രണ്ടാം ജയം ഇന്നലെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ പ്ലേ ഓഫ് മാച്ചായത് സഞ്ജു ആവുമെന്ന് വിചാരിച്ചെങ്കിലും അത് നമ്മുടെ മറ്റൊരു താരമായിരുന്നു. 100ാമതായിരുന്നു. 4 ഓവറിൽ വെറും 21 റൺസ് മാത്രം വിട്ടുവഴങ്ങി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും അതുപോലെ തന്നെ റിങ്കു സിംഗിനെയും അതുപോലെ കൊൽക്കത്തയുടെ തുറുപ്പ് ചീട്ടുന്ന അവർ പറയുന്ന ക്യാമറൂൺ ഗ്രീനെയും പുറത്താക്കിയാണ് 100ാമത് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചിന് അടങ്ങായത്. പിന്നെ നമ്മുടെ സഞ്ജു ഇന്നലെ CSKയ്ക്ക് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മന്ത് ICCയുടെ പുരസ്കാരം കിട്ടിയെന്ന സന്തോഷവാർത്തയും സഞ്ജുവിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് വീഡിയോ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നലെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈയുടെ ഓപ്പണിംഗ് സഞ്ജു സാംസണും അതുപോലെ തന്നെ CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദും കൂടിയായിരുന്നു. വൈഭവ് അതോടൊപ്പം ആദ്യ ഓവറിൽ ആദ്യ 3 പന്തും ബൗണ്ടറി എടുത്ത് സഞ്ജു സാംസൺ CSKയ്ക്ക് ഒരു മികച്ച തുടക്കം നൽകിയെങ്കിലും 3ാം ഓവറിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിനെ അനുകുൽ റോയ് പുറത്താക്കിയതോടെ CSK ആരാധകർ വീണ്ടും നിരാശരായി. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന് ഇന്നലെ 7 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ഈ സീസണിലാകെ വളരെ മോശം പ്രകടനമാണ് CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വെറും 63 റൺസ് മാത്രമേ ഇതുവരെ CSK ക്യാപ്റ്റനെ നേടാനായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫീൽഡിലും ഇന്നലെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നീട് 1 ഡൗണായി ഇറങ്ങിയ ആയുഷ് മാത്രയും സഞ്ജു സാംസൺ ചേർന്ന് 47 റൺസിൻ്റെ സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് പവർ പ്ലേയിൽ CSK സ്കോർ 72-ലെത്തുകയായിരുന്നു. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവറിൽ വൈഭവയുടെ അവസാന ബോളിൽ ആയുഷ് മാത്രമേ രമൺദീപ് സിംഗിൻ്റെ കയ്യിൽ എത്തിച്ച് KKRന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. ആയുഷ് മാത്രമേ ഇന്നലെ 17 ബോളിൽ 6 4 2 6 ഉൾപ്പെടെ 38 റൺസാണ് ഇന്നലെ CSKയ്ക്ക് വേണ്ടി നേടിയത്. അതും അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു ആയുഷ് മാത്രയുടെ ഭാഗത്തുനിന്ന് കണ്ടത്. പിന്നീട് വന്നത് സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് ബാറ്ററായ ഡിവാൾ ബ്രൂസ് ആണ്. ഡിവാൾ ബ്രൂസ് ആദ്യമായിട്ടാണ് ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ടീമിലുണ്ടായിരുന്നെങ്കിലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ബാറ്റ് ചെയ്യാനായി കിട്ടില്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സഞ്ജു സാംസൺ ചേർന്ന് 3ാം വിക്കറ്റിൽ 39 റൺസ് പാർട്ണർഷിപ്പ് CSK 100 കടത്തുകയും എന്നാൽ 12ാം ഓവറിൽ നിന്ന കാർത്തിക് ത്യാഗി സഞ്ജു സാംസൺ പുറത്താക്കി KKRന് വീണ്ടും ഒരു ബ്രേക്ക് നൽകി. ഒരു കിഡിലിന് പേസ് ബോൾ തന്നെയായിരുന്നു അത്. അതായത് 148 km/h വന്ന ബോൾ സഞ്ജുവിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബൗൾഡായി പോവുകയായിരുന്നു. 32 പന്തിൽ 4 4 3 6 ഉൾപ്പെടെ 48 റൺസാണ് ഇന്നലെ സഞ്ജു CSKയ്ക്ക് വേണ്ടി നേടിയത്. CSKയുടെ ടോപ്പ് സ്കോറർ ഇന്നലെ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. പിന്നീട് വന്ന സർഫറാസ് ഖാനും ഡിവാൾ ബ്രൂസും ചേർന്ന് 4ാം വിക്കറ്റിൽ 51 റൺസിൻ്റെ പാർട്ണർഷിപ്പ് CSKയ്ക്ക് മിഡിൽ ഓർഡറിൽ നല്ലൊരു പ്ലെയർ തന്നെ കിട്ടി. അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഈ ഒരു പാർട്ണർഷിപ്പ് സഹായിക്കുകയും ചെയ്തു. എന്നാൽ സർഫറാസ് ഖാനെ പുറത്താക്കി സുനിൽ നരയനും അതുപോലെ തന്നെ ഡിവാൾ ബ്രൂസിനെ പുറത്താക്കി കാർത്തിക് ത്യാഗിയും KKR മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ശിവൻ ദൂബയും JMA ഓട്ടനും ചേർന്ന് CSK സ്കോർ 192-ലെത്തുകയായിരുന്നു. അങ്ങനെ 192-ന് 5 എന്ന നിലയിൽ CSK ഇന്നലെ ഫസ്റ്റ് ബാറ്റിംഗ് അവസാനിപ്പിക്കുകയായിരുന്നു. കൊൽക്കത്തയ്ക്ക് 193 എന്ന വിജയം. ഇന്നലെ കൊൽക്കത്തയുടെ ബോളിംഗ് പ്രകടനം നോക്കുകയാണെന്ന് വെച്ചാൽ കാർത്തിക് ത്യാഗിന് അതുപോലെ തന്നെ സുനിൽ നരയൻ മാത്രം കുറച്ചൊരു ഭേദപ്പെട്ട പ്രകടനം നടത്തുള്ളൂ. കാർത്തിക് ത്യാഗിക്ക് ഇന്നലെ 2 വിക്കറ്റ് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ സുനിൽ നരയൻ 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുവഴങ്ങി 1 വിക്കറ്റ് നേടാൻ സാധിച്ചു. വൈഭവൊക്കെ വെരി എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 55 റൺസാണ് ഇന്നലെ വിട്ടുകൊടുത്തത്. 1 വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. പിന്നെ വരുൺ ചക്രവർത്തി ഇന്നലെ 3 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റൊന്നും നേടാൻ സാധിച്ചില്ല. അങ്ങനെ CSKയുടെ 192 എന്ന സ്കോർ ചെയ്താണ് ഓപ്പണിംഗ് ആയിരുന്നത്. കൊൽക്കത്തയുടെ ഓപ്പണിംഗ് വന്നത് ഫിന്നലനും അതുപോലെ തന്നെ സുനിൽ നരയനാണ്. ഇരുവരെയും പവർ പ്ലേയിൽ തന്നെ പുറത്താക്കി CSK ബോളേഴ്സായ അൻഷുൽ കമ്പോജും ഗലീലും. എന്നാൽ 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും ആംഗ്രിക്ഷ ഗെയിംസും ചേർന്ന് നടത്തിയ 9 റൺസ് പാർട്ണർഷിപ്പ് കൊൽക്കത്ത ഇന്നിങ്സിന് ജീവൻ ലഭിച്ചെന്ന് തോന്നിച്ചെങ്കിലും 10ാം ഓവറിൽ ആക്കി ലൂസാൻ രഘുവൻഷിയെ പുറത്താക്കി CSK വീണ്ടും മത്സരത്തിൽ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. പിന്നീട് 11ാം ഓവറിൽ 100ാമത് ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും തുടരെ പിന്നാലെ തന്നെ ക്യാമറൂൺ ഗ്രീനെ പുറത്താക്കി CSKയ്ക്ക് വേണ്ടി മത്സരം കയ്യിലെടുക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം. 25 കോടിയുടെ താരം ആദ്യ ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായാണ് ഉള്ളത്. പിന്നീട് ആർക്കും തന്നെ KKRന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതോടുകൂടി മത്സരം ഈസിയായി CSK വിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 7ാം വിക്കറ്റിൽ റോമാൻ പൗലും രമൺദീപ് സിംഗും 63 റൺസ് പാർട്ണർഷിപ്പ് KKR വലിയൊരു തോലിൽ നിന്ന് ഇഷ്ടെടുത്തു എന്ന് പറയാം. അങ്ങനെ 167 എന്ന നിലയിൽ KKR മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു.
അപ്പോൾ ഈ സീസണിലെ ഏറ്റവും മോശം ടീമുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. പക്ഷേ എഴുതിയിട്ടുള്ളതായിട്ടില്ല. ഇതുവരെ 5 മത്സരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് 9 മത്സരങ്ങൾ. KKRൻ്റെ അടുത്ത മത്സരം വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടാണ്. അതുപോലെ CSKയുടെ അടുത്ത മത്സരം സൺറൈസേഴ്സുമായിട്ടാണ്. അപ്പോൾ KKRയുടെ അടുത്ത മത്സരങ്ങളിൽ ജയിച്ച് സീസണിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. അതുപോലെ CSKയുടെ വിജയങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.